പുത്രനെ എന്തോ ചെയ്യണം? നോക്കണം. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക്, മോക്ഷത്തിന്, മുക്തിക്ക്, സായുജ്യത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന്, വിടുതലിന്, വീണ്ടെടുപ്പിന്, ദൈവോന്മുഖമായ അനുഭവത്തിന് നോക്കേണ്ട ഒരേ ഒരിടമേ ഉള്ളൂ, അത് പുത്രനെയാണ്. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ പുത്രത്വം അംഗീകരിക്കുക, കർത്തൃത്വം അംഗീകരിക്കുക, ദൈവത്വം അംഗീകരിക്കുക, നിരുപാധികമായ അംഗീകരണമാണ് പുത്രനെ നോക്കുക. ഇനി ഒരു ചിന്ത കൂടെ തരാം. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ദൈവമക്കൾ എല്ലാവരും, കാനാവിലെ കല്യാണ വീട്ടിലിറങ്ങിയ പുത്രനെ നോക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ സുവിശേഷമെല്ലാം സമർത്ഥിയുടെ സുവിശേഷമാണ്. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥമാക്കുന്നതെന്നറിയാമോ? ഗത്സമനിയുടെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്ന പുത്രനെ നോക്കണം. ഗബ്ബഥായിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുന്ന പുത്രനെ നോക്കണം. ഗോൽഗോഥായിൽ നമുക്ക് വേണ്ടി കാരിരുമ്പാണിയിൽ തറയ്ക്കപ്പെട്ട പുത്രനെ നോക്കണം. എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനെ നോക്കണം. ഒടുവിൽ റൂമാല് കൊണ്ട്, ശീല കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ പുത്രൻ്റെ ശരീരത്തെ നോക്കണം. എന്നിട്ട് ആ ശരീരം വഹിച്ചുകൊണ്ട് കല്ലറയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്ന കല്ലുരുട്ടി വെക്കുന്നത് നോക്കണം. നോക്കിയിട്ട് ആകപ്പാടെ വല്ലാത്ത മാനസികാവസ്ഥയിൽ തിരിഞ്ഞു നടക്കണ്ട. ചില സമയങ്ങൾ അവിടെ നിൽക്കെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് കാണാൻ പറ്റും, കല്ലുരുണ്ട് മാറുന്നത് കാണാൻ പറ്റും, തിളക്കമുള്ള 2 ദൂതന്മാർ അവിടെ പ്രത്യക്ഷമാകുന്നത് കാണാൻ പറ്റും. മനസ്സിലായോ? അവിടുന്ന് തേജോമയനായ കർത്താവ് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം തേജസ്സോടുകൂടെയുള്ള വസ്ത്രം ധരിച്ച് കർത്താവ് പുറത്തു വരുന്നത് കാണാൻ പറ്റും. റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാവിധമായ മോഹനങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് യഹൂദ മതമേലധ്യക്ഷന്മാരുടെ സകല സ്വാർത്ഥതകളെയും ഉടച്ച് തരിപ്പണമാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പുത്രനെ നോക്കണം. അവനെ നോക്കുന്നവൻ അവനിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുവിനെ നോക്കി യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് എന്തൊക്കെ കിട്ടുമെന്നും കൂടെ ഞാൻ വേഗം പറയാം. സ്തോത്രം. വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്തോണം, വായിപ്പിക്കുന്നില്ല ഞാൻ. സ്തോത്രം. പുത്രനിൽ വിശ്വസിക്കുന്നവന് കിട്ടുന്നത് എന്തൊക്കെയാണ്? 1 2 3 4 5 6 എന്നിങ്ങനെ പറയാം. ശ്രദ്ധിച്ചു. 1, പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. സ്തോത്രം. പറയാമോ? അപ്പോസ്തലപ്രവൃത്തി 10:43 വാക്യം. പാപമോചനം. പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ പാപമോചനം കിട്ടും. കുന്നുകയറി, മലയിറങ്ങി, പുഴ താണ്ടി, കടൽ നീന്തി, ദേഹദണ്ഡന പ്രക്രിയകൾ ചെയ്ത് പാപമോചനത്തിന് വഴിയൊരുക്കുന്ന മതങ്ങളുടെ വ്യർത്ഥമായ പഠിപ്പിക്കലുകളിൽ വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ ഉറക്കെ പറയുന്നു, പുത്രനിൽ നോക്കി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. ആ പാപമോചനം പ്രാപിച്ചവർ കർത്താവിനെ സ്തുതിച്ചേ. 2, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 3:15, 3:35 വാക്യങ്ങൾ. 3:39, 3:15, 3:39. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തോ ഉണ്ട്? നിത്യജീവനുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. ഇനി കേൾക്കണോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് പുത്രത്വമുണ്ട്. ഗലാത്യലേഖനം 3:26. മനസ്സിലായോ? ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ആരായി തീർന്നിരിക്കുന്നു? ദൈവ മക്കൾ. അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ പുത്രത്വം ലഭിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് അവനെ നോക്കണമെന്ന് പറയുന്നു. ഇനി കേൾക്കണോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നീതീകരണമുണ്ട്. റോമാലേഖനം 5:1 വാക്യം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് എന്തോ ഉണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. അസമാധാനം അനുഭവിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് സമാധാനമുള്ളത് എന്നറിയണം. അടുത്തത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് ദൈവപ്രസാദമുണ്ട്. എവിടെ വാക്യം? യോഹന്നാന്റെ സുവിശേഷം 6:28-29. 28 പരീശന്മാർ ചോദിക്കുന്നു, ദൈവം പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ മറുപടി 29, അവൻ അയച്ച ഒരുവനുണ്ട്, അവനിൽ വിശ്വസിച്ചാൽ മതി, ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. അപ്പൊ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? യേശുവിൽ. വെട്ടി വഴിപാടിലല്ല ദൈവം പ്രസാദിക്കുക. ദാനധർമ്മങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന പുണ്യപ്രവർത്തികൾ, പുണ്യസ്ഥല സന്ദർശനങ്ങൾ, ഇതിലാ ദൈവത്തിന്റെ പ്രസാദമെന്ന് പറഞ്ഞ് ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞും അണിയാതെയും ഒക്കെ ബഹുദൂരം കുന്നിറങ്ങി മല താണ്ടി കയറിപ്പോകുന്ന നിരവധി ആളുകളെ കണ്ടില്ലേ? എന്നാൽ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നു, എന്താ? ദൈവം അയച്ച ഒരുവനിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം പ്രസാദിക്കും. ആ പ്രസാദം പ്രാപിച്ചവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പുത്രനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുക, അങ്ങനെ വിശ്വസിക്കുന്നവൻ എന്തോ ഉണ്ടാകുമെന്ന?
നിത്യജീവൻ ഉണ്ടാവും. വിശ്വാസത്തിന്റെ സംസ്കാര തനിമ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അവന് നിത്യജീവൻ ഉണ്ടാവും. നിത്യജീവൻ പ്രാപിച്ചവനെ അടുത്ത ഒരു പ്രോമിസ് അവിടെ പറയുന്നത് കേട്ടോ. ഏതാ? 40-ാം വാക്യത്തിൽ പറയുന്നു, അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, കല്ലറയ്ക്ക് ഒതുക്കി വെക്കാൻ പറ്റില്ല. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും കൂടെ പണിതുറപ്പിച്ച കനത്ത സ്ലാബ് ഉണ്ടല്ലോ കല്ലറയുടെ, ആ കനത്ത സ്ലാബിനെ നമ്മളൊരു കമ്പിളി പുതപ്പ് പോലെ എടുത്തു മാറ്റി പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. കർത്താവ് പറയുന്നു, ഒടുക്കത്തെ നാളിൽ ഞാനവനെ ഉയർപ്പിക്കും. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആഴക്കുഴിയിലേക്ക് ഇറക്കി വെച്ചതാണെങ്കിലും അവിടെ നമ്മൾ ഉയർത്തു വരും. അതൊരു വലിയ വാഗ്ദത്തമാണ്.